അതായത് നമ്മളീ പറഞ്ഞ പോലെ തന്നെ ഇപ്പം നമ്മൾ ഇവിടെ വന്ന ഉടനെ കാണുമ്പോൾ ഉണ്ടായിരുന്ന ആ ഒരു കുട്ടികളുടെ ആ ഒരു അവസ്ഥയല്ല ഇപ്പോൾ. കുറേയൊക്കെ അവർ മാറിയിട്ടുണ്ട്. അപ്പം നമ്മൾ എത്രത്തോളം കുട്ടികളോട് അടുക്കുന്നോ അതിനനുസരിച്ച് അവരിൽ മാറ്റം വരുന്നുണ്ട്. അതിപ്പോൾ കൗൺസിലിംഗ് ആയാലും അല്ല, നമ്മൾ ചെറിയ ചെറിയ ആക്ടിവിറ്റീസ് കൊടുത്തിട്ടാണെങ്കിലും കുട്ടികൾ നല്ല മാറ്റം അവരിൽ കാണുന്നുണ്ട്. അവർ ചിരിച്ച് കളിച്ചിരിക്കുമ്പോൾ എന്താ വെച്ചാൽ രക്ഷിതാക്കൾക്കും താല്പര്യമുണ്ട്. അതുവരെ രക്ഷിതാക്കളൊക്കെ റൂമിനകത്തിരുന്നവരൊക്കെ ഇന്ന് നമ്മൾ ചെയ്ത പരിപാടിക്ക് അവർ ഈ ഹാളിൽ വന്നിരിക്കുക, അവർ ഈ കുട്ടികളുടെ ചിരി കണ്ടിട്ട് അവർ ചിരിക്കുക. എല്ലാവരും മനസ്സിനകത്തുണ്ട്. പറഞ്ഞൊരു വീട് നഷ്ടപ്പെട്ടതോ അല്ലെങ്കിൽ ഒരു എന്താ പറയുക കൂടുള്ള ഒരാൾ നഷ്ടപ്പെട്ട ഒരു സങ്കടം ഒരിക്കലും മനസ്സിൽ നിന്ന് പോകുന്നില്ല. പക്ഷെ നമ്മുടെ കുട്ടികളുടെ കളിയും ചിരിയൊക്കെ കാണുമ്പോൾ ഈ കുട്ടികൾ, ഈ രക്ഷിതാക്കൾ സന്തോഷിക്കുന്നുണ്ട്. അപ്പം നമ്മൾ ഈ കുട്ടികളെ എന്താ പറയുക, അതല്ലെങ്കിൽ ഈ രക്ഷിതാക്കളെ ആണെങ്കിൽ നമ്മളെപ്പോഴും ഫോളോ അപ്പ് ചെയ്തുകൊണ്ടിരിക്കണം. അത് ചില ആളുകൾക്ക് ഉണ്ടാവും, മുന്നേ സൈക്യാട്രിക് പ്രശ്നമുള്ള ആളുകളൊക്കെ ചിലപ്പോൾ ഉണ്ടാവും. അപ്പോൾ പെട്ടെന്ന് ഇങ്ങനെ ഒരു അപകടം കൂടിയും വരുമ്പോൾ കുറച്ച് കഴിയുമ്പോഴായിരിക്കും ചിലപ്പോൾ ഇപ്പോൾ ഈ ക്യാമ്പിലും അങ്ങനെയൊക്കെ നിൽക്കുമ്പോൾ അവരതിൽ അഡ്ജസ്റ്റഡ് ആയിട്ട് നിൽക്കും. കാരണം ഒരുപാട് ആളുകളുണ്ട്. പിന്നെ തിരിച്ചു പോകുമ്പോഴായിരിക്കും അവർ ഒറ്റയ്ക്കുള്ളൊരു ഫീലിംഗ് വരുന്നത്. അപ്പോൾ തുടർച്ചയായിട്ട് അവരെ നമ്മളിങ്ങനെ ഫോളോ അപ്പ് ചെയ്യണം. അത് നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റ്സ് കുറേ ഉണ്ടല്ലോ. അപ്പോൾ അവരെല്ലാവരും കൂടി നമ്മൾ ഫോളോ അപ്പ് ചെയ്യുക. കുട്ടികളെ ആണെങ്കിലും അപ്പോൾ അവർക്ക് അവരുടെ സ്കൂളൊക്കെയാണ് നഷ്ടപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ ആ സ്കൂളിലേക്ക് അവിടെ പോകുമ്പോൾ തന്നെ അപ്പോൾ കുട്ടികളുടെ ഏത് സ്കൂളിലായിരുന്നു എന്നൊക്കെ ചോദിക്കുമ്പോൾ തന്നെ കുട്ടികൾക്കൊരു ഒരു ആളലുണ്ട് മനസ്സിനകത്ത്. അപ്പോൾ അതൊക്കെ ഒന്ന് മാറ്റിയെടുക്കാൻ കുറച്ച് സമയമെടുക്കും. അപ്പോൾ നല്ല ഫോളോ അപ്പ് നമ്മൾ ചെയ്ത് കൊണ്ടുപോന്നാൽ മാത്രമേ നമുക്ക് കുട്ടികളെ ആണെങ്കിലും രക്ഷിതാക്കളെ ആണെങ്കിലും അതിൽ നിന്ന് കരകയറ്റാൻ പറ്റുള്ളൂ. ഞാൻ ഇന്ന് മുണ്ടക്കി സ്കൂളൊക്കെ കണ്ടതാണ്. ഇപ്പം ഞങ്ങളുടെ കമലേട്ടനൊക്കെ അവിടുത്തെ നല്ല കാഴ്ചകൾ ഒരുപാട് പറഞ്ഞു. പിന്നെ അവിടെ ചെല്ലുമ്പോൾ ഉണ്ടാകുന്ന സങ്കടം പേരെന്ന് പറയുമ്പോൾ ആദ്യം തന്നെ ഒരു അഭിനന്ദനം അറിയിക്കുകയാണ്. കാരണം ഇന്നലെ ഞാൻ കണ്ടതാണ്. ഞാൻ അവിടെ തിരുവനന്തപുരത്ത് നിന്ന് വാർത്ത വായിക്കുമ്പോഴാണ് ഇവിടെ കുഞ്ഞുങ്ങളെ കൊണ്ട് മിമിക്രി ചെയ്യിപ്പിച്ച ആ ക്യാമ്പിലൊരു എനിക്ക് പോലും സത്യം പറഞ്ഞാൽ സന്തോഷം കൊണ്ട് നമ്മുടെ കണ്ണ് അറിയും. നല്ല ജോലിയാണ്. നിങ്ങളെയൊക്കെ നമ്മൾ ഹൃദയം കൊണ്ട് സത്യം പറയുക ബഹുമാനിക്കുക കൂടി ചെയ്യണം. എങ്ങനെ പോകുന്നു ആ കുഞ്ഞുങ്ങൾ ഉഷാറായി വരികയല്ലേ? അതെ, തീർച്ചയായിട്ടും. എൻ്റെ പേര് ഫായിസ എന്നാണ്. അപ്പോൾ നമ്മളങ്ങനെ ഒരു പ്രോഗ്രാം ചെയ്യാൻ തന്നെ കാരണം എന്ന് പറഞ്ഞാൽ നമ്മളവരുടെ റൂമിലേക്ക് പോകുന്ന സമയത്ത് എല്ലാവരും നമുക്കറിയാലോ വേറൊരു സിറ്റുവേഷനിലാണ് അവരുള്ളത്. അപ്പോൾ കുട്ടികൾക്കാണെന്നുണ്ടെങ്കിലും അവർക്കും ഒന്നും ചെയ്യാനില്ല. പിന്നെ അവർ കേൾക്കുന്ന കഥകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമ്മമാർ അവരുടെ വെന്റിലേഷൻ മറ്റുള്ളവരോട് പറയുകയാണ്. കാരണം അവിടുന്ന് നമ്മുടെ അടുത്തുള്ള ആളെ കിട്ടിയ കാര്യവും അവരെ ഒഴുകിപ്പോയ കാര്യവും അവരെ സമ്പാദ്യം തകർന്ന കാര്യമൊക്കെ കുട്ടികൾ ദിനം പ്രതി കേട്ടോണ്ടിരിക്കുക. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം രാത്രി അവർക്ക് കുട്ടികൾക്കാണെങ്കിലും ഉറങ്ങുന്നില്ല. അവർ ഞെട്ടി എണീക്കുന്നൊക്കെ ഒരു ഇതുണ്ട് എന്നുള്ളത് നമുക്ക് അവിടെ നിന്ന് കിട്ടി. അപ്പോൾ നമ്മൾ റൂമിലേക്ക് പോയി നോക്കുമ്പോൾ കുട്ടികൾ നമ്മൾ ആദ്യമായിട്ട് ചെല്ലുന്നതല്ലേ, അവർക്ക് ആദ്യം നമ്മളൊരു അടുത്തേക്ക് വന്നില്ല എന്നുണ്ടെങ്കിലും പിന്നെ നമ്മൾ അവരെ വിളിച്ചു കഴിഞ്ഞ സമയത്ത് നമ്മൾ ചെറിയ പ്രോഗ്രാം ആ റൂമിൽ ഇരുന്നിട്ട് തന്നെ അവരെ കൊണ്ട് ചെയ്യിപ്പിച്ചപ്പോൾ അവർ ഭയങ്കര ആക്റ്റീവായിട്ട് അവരത് മറക്കാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ അവിടെ കുട്ടികൾ മരിച്ച അമ്മമാരുണ്ട്. അപ്പോൾ അവരുടെ ഒരു അമ്മ പറഞ്ഞു, മോളെ എത്രയും ദിവസം ക്യാമ്പിലേക്ക് വന്നിട്ട് ഇന്നാണ് ഇപ്പോൾ എൻ്റെ മരുമകൾ ചിരിച്ചത് ഞാനൊന്ന് കണ്ടതെന്ന്. കാരണം അവർ ചെറിയ മോള് പാട്ട് പാടുന്നു, ആ കുട്ടിയെ പാട്ട് പാടാൻ അവർ നിർബന്ധിക്കുകയാണ്. അപ്പോൾ നമ്മൾ വിചാരിച്ചത് ഇവിടെ ഏറ്റവും വലിയത് വേണ്ടത് ഇപ്പോൾ കുട്ടികളെ പിടിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഞങ്ങൾക്ക് അന്ന് നൈറ്റ് ഡ്യൂട്ടി ആയിരുന്നു. അപ്പോൾ ഡേ ടൈമിൽ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞതിന് ശേഷം കുട്ടികളെ അങ്ങോട്ട് വിളിച്ച് അവരുടെ ഒരു പ്രോഗ്രാം, അവർക്ക് വേണ്ടി ഗെയിമുകൾ ഒക്കെ നമ്മൾ അറേഞ്ച് ചെയ്യുക ചെയ്തത്. കാരണം അവരുടെ മനസ്സ് നമ്മൾ പറയില്ല, ബാക്ക് ടു ലൈഫ് എന്ന് പറയുന്ന ഒരു സാധനത്തിലേക്ക് കുട്ടികളെ തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ ഒരു പ്രോഗ്രാം ചെയ്തത്. ആ പ്രോഗ്രാമിന് ശേഷം നമുക്ക് തന്നെ ക്യാമ്പിലേക്ക് പിന്നീട് നമ്മൾ പോകുമ്പോൾ കുട്ടികൾ ഓടി വരികയാണ്, ടീച്ചറെ നമുക്കിനി ചെയ്യണ്ടേ, ഇന്ന് പ്രോഗ്രാം ചെയ്യണ്ടേ. അപ്പോൾ അതിൻ്റെ ഒരു കണ്ടിന്യൂഷൻ ആയിട്ട് ഞങ്ങൾ ഇന്നും ചെയ്തു. അതുപോലെ തന്നെ അഡോളസെൻസിൻ്റെ ഇടയിലേക്ക് പോകുമ്പോൾ നമുക്ക് ഈ ഒരു മെത്തേഡ് ചിലപ്പോൾ അവിടെ സ്വീകരിക്കാൻ പറ്റില്ല. അവർ വളരെ ഭയങ്കര ബുദ്ധിമുട്ടിലാണ്. അവർ വേറൊരു ടൈപ്പ് ഒരു ക്രൈസിസിലൂടെ കടന്നു പോവുകയാണ്. കാരണം ഒന്ന്, അവരുടെ ഒരു ലോകം എന്ന് പറയുന്നത് അവരുടെ ഫ്രണ്ട്സ് നഷ്ടപ്പെട്ട ഇഷ്ടംപോലെ കുട്ടികളുണ്ട്. അവർക്കും ഇവിടെ ഒന്നും ചെയ്യാനില്ല. അതിൽ ഞാൻ ഇന്നലെ ഒരു കുട്ടിയോട് സംസാരിച്ചപ്പോൾ അവൾക്ക് റീഡിംഗ് ആണ് കൂടുതൽ താല്പര്യം. പക്ഷെ ഇപ്പോൾ ഏത് ബുക്ക് വായിക്കുമ്പോഴും അവളുടെ ഓർമ്മയിലേക്ക് വരുന്നത് ഈ മെമ്മറികളാണ്. ഏതും അവസാനിക്കുന്നത് അവിടെയാണ്. അതുപോലെ അവൾക്ക് എഴുതാൻ ഇഷ്ടമുള്ള ആളാണ്. പക്ഷെ അവൾക്ക് ഇപ്പോൾ അതിനൊന്നും കഴിയുന്നില്ല. അപ്പോൾ നമ്മളിനി വരും ദിവസങ്ങളിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് അഡോളസെൻസിനെ ഇരുത്തിക്കൊണ്ട് ഗെയിംസ് പോലെയല്ല, അവർക്ക് ഈ മെഡിറ്റേഷൻ പോലുള്ള കാര്യങ്ങളുണ്ടല്ലോ, അല്ലെങ്കിൽ അവർ കണ്ണടച്ചുകൊണ്ട് അവരുടെ ഡ്രീമുകളിലേക്ക് അവരെ ഫോക്കസ് ചെയ്യിപ്പിച്ചു കൊണ്ടിട്ടുള്ളൊരു മാറ്റം വരുത്താൻ വേണ്ടിയിട്ട് നമ്മൾ അടുത്തൊരു സെഷനായിട്ട് ചെയ്യാമെന്നാണ് പ്ലാൻ ചെയ്യുന്നത്. നമ്മളുള്ളൊരു സമയത്ത് അവരെ മാക്സിമം നല്ല ഓർമ്മകളിലേക്ക് അവരെ തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ളതാണ് മാക്സിമം നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്.